ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മോളുണ്ടാക്കിയ റെസിപ്പി ആട്ടോ. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ക്ലീൻ ആക്കി വെച്ചതാട്ടോ. അപ്പോൾ അതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ പൊടി, അതുപോലെ മൈദപ്പൊടി, ഒരു മുട്ട ഇട്ട് കൊടുക്കാം. അപ്പൊ മസാലക്ക് വേണ്ടിയിട്ടാട്ടോ സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം വേണം. അപ്പോൾ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചതാട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് ഒന്ന് യോജിപ്പിക്കാം. ഒരു ചിക്കനിലോട്ട് നല്ലതുപോലെ കൈവച്ചിട്ടൊന്ന് യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോ ചിക്കന്റെ ഒരു മിക്സിങ് കാണുമ്പോ ചിക്കൻ പായസമാവോ എന്നൊരു സംശയം. നല്ല മഴയാട്ടോ. അപ്പൊ അതിലോട്ട് സോയാ സോസ്, പിന്നെ മുളക് പൊടി, ടൊമാറ്റോ സോസ് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം, മിക്സ് ആക്കി എടുക്കാം. അപ്പൊ നേരത്തെ മിക്സ് ആക്കി വെച്ച ആ ചിക്കനിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചി നേരത്തെ ഇടാൻ മറന്നോ ഏതാന്ന് തോന്നുന്നു. അപ്പൊ അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പൊ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിപ്പം നല്ല പായസമാവാണ് സാധ്യത. അപ്പോൾ ചെമ്പ് ചൂടാവാൻ വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കന് ചെറിയ പീസ് ആക്കിയിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ആ ഒരു ചെമ്പിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റോ അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിലോട്ട് സവാളയും അതുപോലെ ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുക. അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നേരത്തെ റെഡിയാക്കി വെച്ച സോയാ സോസും ടൊമാറ്റോ സോസും അതുപോലെ മുളക് പൊടിയും മിക്സ് ആക്കിയതാട്ടോ. അത് ഈ ഒരു മസാലയിലോട്ട് ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് വറ്റിയതിന് ശേഷം അതിലോട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ആ ഒരു വെള്ളമൊക്കെ വറ്റി വരണം, മുഴുവനായിട്ടും ഒന്ന് വറ്റി വരണം. അപ്പൊ നല്ലതുപോലെ ഒന്ന് മസാല യോജിപ്പിച്ച് ഒരു ചിക്കനിലോട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം മസാല. അപ്പൊ ആ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പൊ വറ്റിയതിന് ശേഷം അതൊന്ന് ഇറക്കി വെക്കാം. അപ്പൊ നമ്മളെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം. നല്ല റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.